പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ RARS ഫാം കാർണിവൽ 2026 തുടക്കമായി. മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്ന കാർണിവലിന്റെ പ്രധാന ആകർഷണം ഫാം വാക്കാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽമയിൽ, മംഗളൂർ. നൂതന സാങ്കേതിക വിദ്യകളും സസ്യജന്തു പക്ഷി മത്സ്യ തേനീച്ച സംയോജിത കൃഷി രീതികളുമെല്ലാം ഫാം കാർണിവൽ 2026 പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. കൂടാതെ കൈപ്പാട് നെൽകൃഷിയുടെ വികസന പ്രവർത്തനങ്ങളും രണ്ടാം വിള നെൽകൃഷിയുടെ വിജയഗാഥയും കാർണിവലിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിനോദത്തിനും വിജ്ഞാനത്തിനുമൊപ്പം വിപണനത്തിനും പ്രാധാന്യം നൽകിയാണ് ഇത്തവണയും ഫാം കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്രഷ് ഫ്രം ഫാം പച്ചക്കറികൾ, സങ്കരയിനം തെങ്ങിൻ തൈകൾ, വിവിധയിനം വിത്തുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കരിമീൻ കുഞ്ഞുങ്ങൾ എന്നിവയും ഇവിടെ ലഭ്യമാകും. വിനോദത്തിനായി അമ്യൂസ്മെന്റ് പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, ഏറുമാടം, ബാംബു പാർക്ക്, സെൽഫി പോയിന്റുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റും മെഡിറ്റേഷൻ കേന്ദ്രവും ഉണ്ട്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ ഫാം കാർണിവൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല നിരവധിയായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിച്ച ഒരു തലമുറ, നമ്മുടെ പിൻതലമുറക്കാർ ഇന്ന് ഉയർന്ന വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദഗ്ധമായ പരിശീലനങ്ങൾ ഒക്കെ തന്നെ നേടിയ നമ്മുടെ പുതുതലമുറ കൃഷിയിലേക്ക് വേണ്ടത്ര കടന്നു വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ചില അപവാദങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ തന്നെ യൂട്യൂബും വിവിധ ചാനലുകളൊക്കെ തന്നെ നോക്കുമ്പോൾ വ്യത്യസ്തമായ മാതൃകകൾ തീർത്തുകൊണ്ട് ചില യുവ കർഷകർ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനമായി നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ മാത്രം വിളഞ്ഞിരുന്ന കുങ്കുമ കൃഷി കൃത്രിമമായി ജമ്മു കാശ്മീരിന്റെ സാഹചര്യങ്ങൾ വീടിന്റെ ടെറസിൽ സൃഷ്ടിച്ചുകൊണ്ട് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന യുവ കർഷകരെ നമ്മൾ ഇതിനിടെയാണ് വയനാട്ടിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. ചടങ്ങിൽ കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും ജനറൽ കൗൺസിൽ മെമ്പറുമായ ഡോക്ടർ സജിത റാണി പുതിയ ഇനം തെങ്ങിൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ P. രാഘവേന്ദ്ര കരിമീൻ കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. സിനിമ ടെലിവിഷൻ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എൻ്റെ അമ്മ എന്നെ പണിയെടുത്ത്, കണ്ടത്തെ പണിയെടുത്ത്, ചേർന്നും ഇതൊക്കെ എടുത്ത് എന്നെ പോറ്റി കൊടുത്ത കൃഷിയാണ്. വേറെ ഒന്നുമില്ല. കാലങ്ങൾക്കപ്പുറം ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ മാറി, കൃഷിയും കാര്യങ്ങളെല്ലാം കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ. വേറെ ഒന്നുമില്ല, വേറെ തൊഴിലൊന്നുമില്ല. കൃഷി പണിയെടുക്കുക, ആരാൻ്റെ കണ്ടത്തിൽ മൂരാനും മുതിക്കാനല്ല പോയിട്ട് അതിൻ്റെ നെല്ലൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ പണ്ട് കുണ്ടുണ്ടായിരുന്നു. ഒലക്ക മാത്രമേ, ഒരല് മേടിക്കേണ്ട പൈസ ഇല്ല പണ്ട്. ഒരല് കുറച്ച് പ്രതാപമില്ല വീട്ടിലെ, ഒരലുണ്ടാവുമല്ലോ, അതറിയാം പഴയ ആൾക്കാർക്ക്. ഒലക്ക ഉണ്ടാവും, അതിന് വലിയ പണിയൊന്നുമില്ല. അതിൻ്റെ അടിയിൽ ഇരുമ്പിൻ്റെ കഷ്ണം ഒരു അല്ലെ മരത്തിന്റെ തണ്ടേര് കണ്ടു. ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഡോക്ടർ വത്സലൻ നായർ, P. കുഞ്ഞിക്കണ്ണൻ, TV. ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. അസോസിയേറ്റീവ് ഡയറക്ടർ ഓഫ് റിസർച്ച് പ്രൊഫസർ ഡോക്ടർ T. വനജ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.